ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി.വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഹ്യൂമൻ ഫിസിയോളജിയിലത്തെ ഫസ്റ്റ് ടോപ്പിക് ആണ്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ നമ്മളെ റെസ്പിറേറ്ററി ഓർഗൻസ് പഠിക്കും, പിന്നെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് പഠിക്കും, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് പഠിക്കും, പിന്നെ ആ ഗ്യാസസ് എങ്ങനെയാണ് നമ്മളുടെ ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്ന് പഠിക്കും, പിന്നെ നമ്മളുടെ റെസ്പിറേഷൻ എങ്ങനെ കൺട്രോൾ ആവുന്നു, പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്രീത്തിങ് എന്താ? ബ്രീത്തിങ്ങും റെസ്പിറേഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഓക്കെ, സോ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാഷ്വലി ഞാൻ ഇപ്പോൾ ഇന്നൊക്കെ നിങ്ങളെ ക്ലാസ് പഠിപ്പിക്കാം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ അറിയാതെ തന്നെ എന്താ എയർ ഇൻടേക്കും ചെയ്യുന്നുണ്ട്, എയർ പുറത്ത് വിടുന്നുണ്ട്. ഇതിനെന്താ, ഇതൊരു ഫിസിക്കൽ പ്രോസസ് അല്ല. എനിക്ക് വല്ല ആരെയും സഹായം വേണോ, വല്ല എൻസൈംസോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണോ? എക്സ്ട്രാ ഇല്ല. ഞാൻ സുഖമായി ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ എനർജി ഒന്നും ലിബറേറ്റ് ചെയ്തിട്ടില്ല. അതാണ് ബ്രീത്തിങ്. അപ്പൊ ബ്രീത്തിങ് എന്താ? ഇറ്റ്സ് എ ഫിസിക്കൽ പ്രോസസ് ആണ്. ഫിസിക്കൽ പ്രോസസ് ആണെന്ന് ദാറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അതായത് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഓക്കെ, ഇനി റെസ്പിറേഷൻ എന്താ? റെസ്പിറേഷൻ ഒരു ബയോകെമിക്കൽ പ്രോസസ് ആണ്. ബയോകെമിക്കൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താ? അത് ഞാൻ എയർ ഇൻടേക്ക് ചെയ്തു, എന്നിട്ട് അത് ആ എയറിനെ നമ്മൾ അതിലെ ഓക്സിജൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ആ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ബ്ലഡിൽ നിന്ന് എങ്ങനെ എടുക്കുന്നു, അതാണ് റെസ്പിറേഷൻ. അതിന് എൻസൈംസ് വേണം, കുറെ റെഗുലേഷൻ ഉണ്ട്, ബയോകെമിക്കൽ പ്രോസസ് ആണ്. അപ്പോ റെസ്പിറേഷൻ എന്താ? ഇറ്റ്സ് എ biochemical process that involves the oxidation or burning of glucose molecules. Okay, ഇതാണ് റെസ്പിറേഷൻ. ഈ റെസ്പിറേഷൻ എവിടെ നടക്കണം? അതിനെ സഹായിക്കുന്ന ഓർഗൻസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ്. അപ്പൊ റെസ്പിറേറ്ററി ഓർഗൻസ് പല ഓർഗാനിസംസിലും പലതാ. അതായത് ചില യൂണിസെല്ലുലർ ഓർഗാനിസംസിൽ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് എങ്ങനെ ജസ്റ്റ് ഡിഫ്യൂഷൻ വഴി നടക്കും. അതായത് അവരുടെ മൊത്തം ബോഡി എയറായി കോണ്ടാക്ട് വരും. അപ്പൊ അങ്ങനെ അവിടുന്ന് ഡിഫ്യൂസ് ചെയ്യുന്നത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. പിന്നെ അപ്പൊ ഞാൻ കുറച്ച് റെസ്പിറേറ്ററി ഓർഗൻസും അതിന്റെ എക്സാമ്പിൾസും ഞാൻ എഴുതി തരാം. റെസ്പിറേറ്ററി ഓർഗൻസും ഇതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഇപ്പൊ ജനറൽ ബോഡി സർഫസിൽ എന്താ? ഞാൻ ഇപ്പൊ പറഞ്ഞ യൂണിസെല്ലുലർ ഓർഗാനിസം ഉണ്ട്. അതായത് സ്പോഞ്ചസ് ഉണ്ട്, സീലൻഡ്രേറ്റ്സ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ്സ്, പ്ലാറ്റ്ഫോംസ്. പിന്നെ ചില അറിയാം, ഈ തവളയൊക്കെ എങ്ങനെ മോയിസ്റ്റ് സ്കിൻ വഴിയാണ് അവര് റെസ്പയർ ചെയ്യണം. അപ്പൊ മോയിസ്റ്റ് സ്കിൻ യൂസ് ചെയ്യണ ആരൊക്കെയാ? നമ്മളുടെ earthworms, പിന്നെ ഫ്രോഗ്സ്. പിന്നെ ചിലത് ട്രക്കിയൽ ട്യൂബ്സ്, സ്കിന്നിൽ നിന്ന് പിന്നെ ഡെവലപ്പായ ട്രക്കിയൽ ട്യൂബ്സ്, അത് മെയിൻലി ഇൻസെക്ട്സ് ആണ്. പിന്നെ ലങ്സ് ആരൊക്കെയാ? അതും നമുക്കറിയാം, ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും. പിന്നെ കുറച്ച് റെപ്റ്റൈൽസ് എല്ലാവരും, ബേർഡ്സ്, പിന്നെ മാമൽസ്. പിന്നെ ഗിൽസ് ആരൊക്കെ ഉപയോഗിക്കാം? നമ്മൾ ഫിഷസ് അല്ലെങ്കിൽ മൊളസ്കൻസ് അല്ലെങ്കിൽ അക്വാട്ടിക് ആർത്രോപോഡ്സ്. ഓക്കെ, ഇതാണ് കുറച്ച് റെസ്പിറേറ്ററി ഓർഗൻസ്. സിമ്പിൾ എന്ന് വെച്ചാൽ ലങ്സ്, ഇതിനും അധികം മെക്കാനിസം ആവശ്യമില്ല. അതായത് ജനറൽ ബോഡി സർഫസ് ആയിട്ട് നമ്മളുടെ സ്റ്റാർട്ടിങ്ങിലുള്ള കിണ്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഗാനിസംസ് സ്പോഞ്ചസ്, സിലിണ്ടറേറ്റ്സ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ്. പിന്നെ ചിലർ മോയിസ്റ്റ് സ്കിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, തവളയുണ്ട്, earthworm ഉണ്ട്, ട്രക്കിയൽ ട്യൂബ്സ്, ഇൻസെക്ട്സ്, ആർത്രോപോഡ. പിന്നെ ലങ്സ് നമ്മളുടെ റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ഗിൽസ് ഏതൊക്കെ? അക്വാട്ടിക് ആർത്രോപോഡ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം തുടങ്ങാം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എവിടുന്ന തുടങ്ങണം? അതിന് നമുക്ക് 2 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് അപ്പർ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ ലോവർ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്.
അപ്പൊ അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ എവിടുന്ന ബ്രീത്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. മൂക്കിൽ കൂടെ അല്ലേ? അപ്പൊ മൂക്കിൽ കൂടെ ഏതൊക്കെയാ? നമ്മളുടെ നോസ്ട്രൽ. അത് നോസ്ട്രൽ എന്താ സാധനം? ഫസ്റ്റ് വൺ നേഴ്സ് എന്ന് പറയാം അതിന്, അല്ലെങ്കിൽ നോസ്ട്രൽസ് എന്ന് പറയും. ആ നോസ്ട്രൽസ് ആണ് എന്താ, നമ്മൾ എയർ വലിച്ചെടുക്കണം. ഓപ്പൺ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താ? ഓപ്പൺസ് ഇൻ ടു ദ നേസൽ കാവിറ്റി. ഇനി നോസ്ട്രൽസ് എടുത്തു, നോസ്ട്രൽസ് എയർ എങ്ങോട്ട് വിടും? നേസൽ കാവിറ്റി. അപ്പൊ രണ്ടാമത്തെ ഓർഗൻ എന്താ, യൂണിറ്റ് ആണ് നേസൽ കാവിറ്റി. അതെന്താ? ജസ്റ്റ് നേസൽ കാവിറ്റി ജസ്റ്റ് ഹോളോ സ്പേസ് ആ നോസില്. അതിന്റെ ഫങ്ഷൻ എന്താ? അത് ഫിൽട്ടർ ചെയ്യും, പിന്നെ വോം ചെയ്യും, പിന്നെ മോയ്സ്റ്റൻ ചെയ്യും എയർ. ഫിൽട്ടർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു ഡൽഹി, നമുക്കറിയാം ഡൽഹിയിലൊക്കെ നല്ല പൊല്യൂഷൻ ആണ്. പുറത്തിറങ്ങിയ നമുക്ക് മാസ്ക് ഇട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങനത്തെ മോശം അവസ്ഥയായിക്കൊണ്ടിരിക്കുക നമ്മുടെ ഡൽഹി ആണെങ്കിൽ മൊത്തം ലോകത്ത്. അപ്പൊ ഈ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ഇത്രയും ഡസ്റ്റ് പാർട്ടിക്കിൾസും എന്താ പറയാ, ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വലിച്ചെടുക്കും. അപ്പൊ അത് നമ്മൾ ലങ്സിൽ പോയ എന്താ, മോശമല്ലേ? ലങ്സിന് ഡാമേജ് ആണ്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ നേസൽ കാവിറ്റിയിൽ കുറച്ച് ഹെയർസ് ഉണ്ട്. മ്യൂക്കോസിലറി ആക്ഷൻ വഴി അവരെന്ത് ചെയ്യും? ജസ്റ്റ് എയറിനെ കടത്തി വിട്ട് ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അവിടെ തടഞ്ഞു വെക്കും. ഓക്കെ, നേസൽ കാവിറ്റിയുടെ ഫങ്ഷൻ എന്താ? ഫിൽട്ടറിങ്. പിന്നെ ആ എയറിന് എന്താ, വോം ചെയ്യും, നമ്മുടെ ബോഡി ടെമ്പറേച്ചറായി മാച്ച് ആവാൻ വേണ്ടി. കാരണം നമ്മൾ പുറത്തത്തെ ടെമ്പറേച്ചർ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ഇത്ര വ്യത്യാസമുണ്ട്. 37°C നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. പക്ഷെ പുറത്തത്തെ ടെമ്പറേച്ചർ ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. അതായത് ഇപ്പൊ 20°C, ഇപ്പൊ വിന്റർ സീസൺ അല്ലേ, ഇപ്പൊ 20°C ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ബോഡിയുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് അതിനെ എന്ത് ചെയ്യും? വോം ചെയ്യും. warm and moisten the air. ഇനി മൂന്നാമത്തെ എന്താ? നേസൽ കാവിറ്റിന്ന് പിന്നെ എന്താ, രണ്ട് ട്യൂബ് ഇറങ്ങുന്നുണ്ട് നേസൽ കാവിറ്റിയുടെ പിന്നിന്ന്. അതാണ് എന്ത്? ഫാരിങ്സ്. അപ്പൊ ഫാരിങ്സ് എവിടുന്ന? നേസൽ കാവിറ്റിയിൽ തുടങ്ങി എന്ത് ചെയ്യും? ലാരിങ്സിൽ എൻഡ് ചെയ്യും. അപ്പൊ ഫാരിങ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ നോസിൽ കൂടെ എയർ മുകളിലേക്ക് കൂടെ പോകും. പിന്നെ നമ്മൾ തിന്നണ മൗത്തില്ലേ, ഓറൽ ക്യാവിറ്റി, പിന്നിൽ കൂടെയും ആ ഫാരിങ്സിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പൊ ഫാരിങ്സ് എന്താ? ഇറ്റ് ഇസ് ആക്ച്വലി ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അപ്പോ അതാണ്. പക്ഷെ ലാരിങ്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ, അവിടുന്ന് എയർ മാത്രമേ പോവുള്ളൂ, ഫുഡ് അവിടേക്ക് പോവില്ല. അപ്പൊ മൂന്നാമത്തെ ഓർഗൻ ഫാരിങ്സ്. ഫാരിങ്സ് എവിടെയാ? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ the nasal cavity and larynx. കോമൺ പാസേജ് ആണോ ഫോർ ഫുഡ് ആൻഡ് എയർ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഫാരിങ്സ് കോമൺ പാസേജ് ആണ്. പക്ഷെ ലാരിങ്സിൽ പക്ഷെ എയർ മാത്രമേ വരുന്നുള്ളൂ. അതെങ്ങനെയാ? ഈ ഡയഗ്രം നോക്ക്. ഇതാണ് നമ്മളുടെ എന്ത്? ഫാരിങ്സ്. ഫാരിങ്സ് പിന്നെ എന്ത് ചെയ്യും? ഇതൊരു ലാരിങ്സ് ആണെന്ന് വിചാരിക്കുക. ഈ ലാരിങ്സിന്റെ മീതെ എന്തുണ്ട്? ഒരു കവറിങ് ഉണ്ട്. അതായത് ഈ കവറിങ് എന്താ? ഈ കവറിങ് ജസ്റ്റ് എയറിനെ മാത്രം എന്ത് ചെയ്യും? കടത്തിയിടും. പക്ഷെ ഫുഡ് വന്നാൽ എന്ത് ചെയ്യും? ഇത് ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് പൊസിഷൻ. ഇതിങ്ങനെ ലിഡ് അടയ്ക്കണ പോലെ, ഒരു ലിഡ് പോലെ സാധനം, അതാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പൊ എപ്പിഗ്ലോട്ടിസ് ആണ് എന്ത്? നമ്മളുടെ ഈ ലാരിങ്സിലേക്ക് ഫുഡ് വരാണ്ട് സഹായിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോന്ന് നോക്കാം. എപ്പിഗ്ലോട്ടിസിന്റെ താഴെയാണ് എന്ത്? ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ലാരിങ്സിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇതെന്താ? ഈ ഗ്ലോട്ടിസിന്റെ മീതെയാണ് ഒരു ഫ്ലാപ്പ് പോലെ, ലിഡ് പോലെ ഒരു കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഉണ്ട്. അതാണ് എപ്പിഗ്ലോട്ടിസ്. ഇറ്റ് ഇസ് ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ലാരിങ്സ്. ഓക്കെ, ഈ ഗ്ലോട്ടിസ് കഴിഞ്ഞിട്ടാണ് എന്ത്? ലാരിങ്സ്. ലാരിങ്സ് എന്താ? അത് ഒരു ലാരിങ്സ് ആണ് മെയിൻലി നമ്മളുടെ വോയിസ് ബോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലാണ് വോക്കൽ കോഡ്സ് ഉള്ളത്. വോക്കൽ കോഡ്സിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് നമുക്ക് വോക്കൽ കോഡ്സിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഇതെന്ത്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ലാരിങ്സിന്റെ ഫംഗ്ഷൻ ദ പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. ഇതാണ് നമ്മളുടെ എന്ത്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ ഡെഫിനിഷൻ. ഓക്കെ.
ഇനി ഞാൻ പറഞ്ഞു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഉണ്ട് ലോവർ. അപ്പൊ നമ്മള് എയർ എവിടെ വരെ എത്തി? നമ്മുടെ നോസ്ട്രിൽസ് വഴി നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ് വരെ എത്തി. ഈ ലാരിങ്സിന് താഴെ ഉള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്താ? അതിൽ ഫസ്റ്റ് വരുന്ന ലാരിങ്സ് കഴിഞ്ഞ് വരുന്ന സ്ട്രക്ചർ ആണ് ട്രക്കിയ. ട്രക്കിയ ആക്ച്വലി ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് ആണ് കണക്ടിങ് ഇൻ ദ ലാരിങ്സും നമ്മളുടെ ലങ്സിന്റെ ഉള്ളിലെ ബ്രോങ്കൈയും. ഈ ട്രക്കിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ നമ്മളെ ഒരു ട്യൂബാണ്, ആ ട്യൂബ് എന്താ ഇങ്ങനെ കൊളാപ്സ് ആവരുത്, അതാ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ആ പേറ്റൻസി. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ ആയിട്ട് എന്ത് കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ പാസേജ് ഓഫ് എയർ ഇൻ ടു ബ്രോങ്കൈ. ഇനി വരുന്നതാണ് ബ്രോങ്കൈ. ബ്രോങ്കൈ എന്താ? ഇത് ആക്ച്വലി ഈ ട്രക്കിയ ഇനി ലങ്സിന്റെ ഉള്ളിൽ കടന്നു രണ്ട് ട്യൂബായിട്ട്, റൈറ്റ് ലങ്ങിലും ലെഫ്റ്റ് ലങ്ങിലും. അപ്പൊ അതാണ് പെയർ ട്യൂബ്സ് ദാറ്റ് എൻ്റർ ദ ലങ്സ്. അതാണ് നമ്മളുടെ ബ്രോങ്കൈ. ഇനി എന്താ? ബ്രോങ്കിയോൾസ്. അപ്പൊ എന്താ പറയാ, ട്രക്കിയായി പിന്നെ അത് ലങ്സിൽ കയറും. ലങ്സിൽ നിന്ന് ഇനി ചെറിയ ചെറിയ ലങ്സിന്റെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് ചെറിയ ബ്രോങ്കൈ ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്താ പറയുക ബ്രോങ്കിയോൾസ് എന്ന് പറയാം. ആ ബ്രോങ്കിയോൾസ് ഡിവൈഡ് ചെയ്ത് എന്ത് പ്രൈമറി ആവും, സെക്കൻഡറി ആവാം, ടെർഷ്യറി ആവാം. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഇവരാണ് പിന്നെ എന്ത് നമ്മളുടെ ലങ്സിന്റെ ഉള്ളിൽ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആയ ആൽവിയോളൈ ഉണ്ട്. ആൽവിയോളയ്ക്ക് ട്രക്കിന്ന് ബ്രോങ്കൈ, ബ്രോങ്കൈന്ന് ബ്രോങ്കിയോൾ, ബ്രോങ്കിയോളിന് ഫൈനലി എയർ എവിടെ എത്തും? ആൽവിയോളൈ. ആൽവിയോളയിലാണ് എന്താ പറയാ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കണം. പിന്നെയുള്ള മെയിൻ വേറെ ഓർഗൻ ലങ്സ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് ഓർഗൻ ആണ് ആൽവിയോളൈ. ആൽവിയോളൈ എന്താ? ഇറ്റ് ഇസ് ആക്ച്വലി ഗ്രേപ്പ് ലൈക്ക് വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇതിന്റെ ഇറ്റ് ഇസ് അൾട്ടിമേറ്റ് സൈറ്റ് ഫോർ റെസ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് എന്താ പറയാ നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. അതിലത്തെ ഓരോ പാർട്സ് ഞാൻ പറഞ്ഞു. ഇനി ഇതെങ്ങനെയാ സ്റ്റെപ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതായത് ഈ ഡയഗ്രാം നോക്കുക. ഇതിൽ പക്ഷെ ആക്ച്വലി എല്ലാം ഇല്ല എന്ന് വെച്ചാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ നോസ്ട്രിൽസ്, നേസൽ ക്യാവിറ്റി, ഫാരിങ്സ് കാണിച്ചിട്ടില്ല. ഇത് ലാരിങ്സ് തൊട്ട് കാണുക. അപ്പൊ ശരി, എയർ അവിടെ നിന്ന് എത്തി ലാരിങ്സിലെത്തി. ഇനി ലാരിങ്സ് എത്തി എങ്ങനെയായിരിക്കും? ട്രക്കിയയിൽ ഇങ്ങനെ വരും. ട്രക്കിയയിൽ വന്ന് ഇനി ലങ്സിന് ആര് കൊടുക്കും? നമ്മളുടെ ബ്രോങ്കൈ കൊടുക്കും. ഇനി ബ്രോങ്കൈന് ആൽവിയോളിൽ ചെയ്ത് ആൽവിയോളിൽ എത്തിക്കണമെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതാണ് ബ്രോങ്കിയോൾസ്. അവിടുന്ന് പിന്നെ ആൽവിയോളയിൽ എത്തും. ആൽവിയോളയിൽ എത്തിയിട്ടാണ് അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുക. അപ്പൊ ആൽവിയോളയിൽ എന്ത് ഓക്സിജൻ എത്തി, ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിജന് അത് ബ്ലഡിലേക്ക് കൊടുക്കും ആൽവിയോളൈ. മറ്റേ ബ്ലഡിൽ നിന്ന് ഓരോ ഓർഗൻസിനും തിരിച്ച് ഹാർട്ടിൽ നിന്നല്ല മറ്റേ ഈ വീനസ് ബ്ലഡ് വരുന്നത്, അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളൈക്ക് തിരിച്ചു കൊടുക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ തിരിച്ച് ഈ വന്ന വഴി എന്ത് ചെയ്യും? പുറത്തു വിടും. ഇതാണ് എന്ത് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ബ്രീത്തിങ്. ഓക്കെ, അപ്പൊ ഇനി മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതുവരെ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് NCERT നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബേസിക്, ഈ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ് ആയ സ്പോഞ്ചസ് അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ്സ് അവർക്കൊക്കെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് ബോഡി സർഫസിൽ വരിക. ഇതല്ലാണ്ട് എന്താ എർത്ത് ഫോംസ് എന്ത് യൂസ് ചെയ്യും? മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ യൂസ് ചെയ്യും. ഇൻസെക്ട്സിന് ട്രക്കിയൽ ട്യൂബ്സ് ഉണ്ട്. പിന്നെ സ്പെഷ്യലൈസ്ഡ് വാസ്കുലറൈറ്റ് സ്ട്രക്ചേഴ്സ് ആയി ഗിൽസ് എവിടെ കാണും? ഈ മറ്റേ അക്വാട്ടിക് ആർത്രോപോഡ്സ്, ഫിഷസിനൊക്കെ കാണും, മൊളസ്കിൻസിനും കാണും. പിന്നെ ഈ വാസ്കുലറൈസ്ഡ് ബാഗായ ലങ്സ് എവിടെ നോട്ട് തുടങ്ങും? റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. പിന്നെ ആംഫീബിയൻസ് എന്താ? ആംഫീബിയൻസ് ഈ ഫ്രോഗ്സ് എന്ത് സ്മോൾ സ്കിൻ വഴിയും അവര് റെസ്പയർ ചെയ്യും. ഇതാണ് ഇൻട്രൊഡക്ഷൻ. പല റെസ്പിറേറ്ററി ഓർഗൻസും എന്താ പറയാ റെസ്പിറേറ്ററി ഓർഗൻസും ഈ വേരിയസ് ഓർഗാനിസംസ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞു നോസ്ട്രിൽസ്. നോസ്ട്രിൽസ് ആണ് നമ്മുടെ അപ്പർ ലിപ്പിന്റെ മുകളിലായിട്ടാണ് നോസ്ട്രിൽസിന്റെ ഓപ്പണിംഗ്. നോസ്ട്രിൽസ് പിന്നെ ഒരു നേസൽ ചേംബർ, നേസൽ ക്യാവിറ്റിയിൽ വരും. ഈ നേസൽ ചേംബർ പിന്നെ എവിടേക്ക് ഓപ്പൺ ചെയ്യും? ഫാരിങ്സ്, കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. പിന്നെ ഫാരിങ്സ് എവിടെ? ലാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്ത് ട്രക്കിയാവും.
ലാരിങ്സ് എന്താ സൗണ്ട് ബോക്സ് ആണ്. ഈ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഗ്ലോട്ടിസ് എന്താ ക്ലോസ് ചെയ്യും നമ്മളെ ലാരിങ്സിനെ. ഗ്ലോട്ടിസിനെ ക്ലോസ് ചെയ്യാൻ എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. അപ്പൊ ഫുഡ് ലാരിങ്സിന്റെ ഉള്ളിൽ വരില്ല. അത് കഴിഞ്ഞ് ട്രക്കിയ എന്താ, ട്രക്കിയ ഇസ് ആക്ച്വലി സ്ട്രേറ്റ് ട്യൂബ് ആണ് എക്സ്റ്റെൻഡിങ് അപ് ടു മിഡ് thoracic cavity അല്ലെ. മിഡ് thoracic cavity at the level of എന്താ ഫിഫ്ത് thoracic vertebrae ആണ് അത് ഡിവൈഡ് ചെയ്യുക. ഇത് ഓർത്ത് വെക്കണം, ഏത് ലെവലിലാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. ഫിഫ്ത് thoracic vertebra. ഓക്കെ. ഇനി ബ്രോങ്കൈ എന്ത്, പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ ആവും. അത് കഴിഞ്ഞത് ബ്രോങ്ക്യോൾസ് ആവും. എൻഡിങ് ബ്രോങ്ക്യോൾസ് പിന്നെ എന്ത് ചെയ്യും, നമ്മളുടെ എവിടേക്ക് കൊടുക്കും, വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചറായ ആൽവിയോളേക്ക് കൊടുക്കും. ഓക്കെ. ഇനി ഇതെല്ലാം കൂടി നമ്മളുടെ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ, ബ്രോങ്ക്യോൾസ്, ആൽവിയോളൈ ആണ് ലങ്സ് ഉണ്ടാക്കുന്നത്. ഈ ലങ്സിന് ശരിക്കും ലങ്സ് ഭയങ്കര ഡെലിക്കേറ്റ് ഓർഗനാണ്. നമുക്ക് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സ്കള്ളുള്ള പോലെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തുണ്ട്, ഒരു കേജ് ഉണ്ട്, അതാണ് റിബ് കേജ്. അതുകൂടാതെ തന്നെ ലങ്സിന് ഒരു പ്ലൂറൽ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഡബിൾ ലെയർഡ് പ്ലൂറ. അതിന്റെ ഔട്ടർ മോസ്റ്റിനെ നമ്മൾ പെരൈറ്റൽ പ്ലൂറ എന്ന് പറയും. പിന്നെ ഈ ലങ്സ് ആയിട്ട് കോണ്ടാക്ട് ഉള്ളതാണ് വിസറൽ പ്ലൂറ. വിസറൽ എന്ന് പറഞ്ഞാൽ വിസറൽ ഓർഗൻസിനെ കവർ ചെയ്തിട്ട് വിസറൽ പ്ലൂറ. ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ എന്താ, നമ്മളുടെ ലങ്സ് ആയിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇനി ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് രണ്ട് പാർട്ട് ഉണ്ട്. ഈ എക്സ്ചേഞ്ച് പാർട്ടും ഉണ്ട്, കണ്ടക്ടിങ് പാർട്ടും ഉണ്ട്. കണ്ടക്ടിങ് പാർട്ട് ഏത് വരെയാ, നമ്മളുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് അപ് ടു ടെർമിനൽ ബ്രോങ്ക്യോൾസ്. കാരണം അവരുടെ ജോലി എന്താ, ജസ്റ്റ് എയറിനെ ആൽവിയോളെ വരെ എത്തിക്കുക. അപ്പൊ നോസ്ട്രിൽസ് ടു ടെർമിനൽ ബ്രോങ്ക്യോൾസ് ആണ് നമ്മളുടെ കണ്ടക്ടിങ് പാർട്ട്. പക്ഷെ ആൽവിയോളയും പിന്നെ ഡക്ട്സും ഈ ബ്ലഡ് വെസൽസും കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യും, റെസ്പിറേറ്ററി ആണെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇപ്പൊ കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ, ഒന്ന് ഇറ്റ് ക്ലിയേഴ്സ് എന്താ ഫോറിൻ പാർട്ടിക്കിൾസ്, പിന്നെ അതെന്താ നമ്മളുടെ എയറിന്റെ ബോഡി ടെമ്പറേച്ചറിലേക്കായി മോയ്സ്റ്റ് വാം ആക്കും. ഇതൊക്കെയാണ് എന്താ പറയാ കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ. എക്സ്ചേഞ്ച് പാർട്ടിലാണ് നമുക്ക് നമ്മൾ ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്ക് വരുന്നതും ബ്ലഡിലത്തെ വേസ്റ്റ് മെറ്റീരിയൽ ആയ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് തിരിച്ചു പോകുന്നത്. ഇനി ലങ്സ് ഒരു ആക്ച്വലി തൊറാസിക് ചേംബറിന്റെ ഉള്ളിലാണ്. തൊറാസിക് ചേംബർ എന്താ, തൊറാസിക് ചേംബറിന്റെ ഔട്ട്ലൈൻ എന്താ, വെൻട്രൽ എന്താന്ന് ആലോചിക്കുക, സ്റ്റേർണം ഉണ്ട്, പിന്നിൽ എന്താ വെർട്ടിബ്രൽ കോളം, ലാറ്ററലി എന്താ റിബ്സ് ഉണ്ട്, പിന്നെ ഏറ്റവും അടിയിൽ ഒരു ഡോംസ് ഷേപ്ഡ് ഡയഫ്രം ഉണ്ട്. ഇങ്ങനെ ഇതാണ് ഡയഫ്രം. ഇത് ലങ്സ് ഡയഫ്രത്തിന് മീതെ റെസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇൻസ്പിരേഷന്റെ സമയത്ത് എന്ത് ചെയ്യും, ഈ ഡയഫ്രം താഴോട്ട് ഇങ്ങനെ വലിക്കും. ഇപ്പൊ താഴോട്ട് വലിച്ച ഒരു പ്രഷർ ഗ്രേഡിയന്റ് പുള്ളിയും എന്നുവെച്ചാൽ നമ്മൾ ഒരു സാധനം വലിച്ചാലല്ലേ നമ്മളുടെ അടുത്തേക്ക് എത്തുള്ളൂ. പുഷ് ചെയ്ത് അത് വരുമോ, പുഷ് ചെയ്ത് എന്ത് ചെയ്യും, അത് നമ്മളുടെ ദൂരം നിന്ന് പോകും. അതേപോലെ ഒരു ഡോർ തുറക്കണ പോലെ ഈ ഡയഫ്രം ഇങ്ങനെ തുറന്നു എന്ന് വെച്ചാൽ അടിയിലേക്ക് പോയി, അപ്പോഴാണ് എയർ വരിക. അപ്പൊ അതാണ് പിന്നെ എക്സ്പിരേഷന്റെ സമയത്ത് എന്ത് ചെയ്യും, ഇതിപ്പോ താഴെ ഈ ലെവലിൽ വന്നു, ഇത് പക്ഷെ കുറച്ച് ഇങ്ങനെ മുകളിലേക്ക് ആയ എന്താ ഒരു ഫോഴ്സ് വന്നില്ലേ, ആ ഫോഴ്സ് ഈ ലങ്സിന്റെ ഉള്ളിൽ എയറിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് വിടും. ഓക്കെ. അപ്പോ ഇതൊരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. The anatomical setup of lungs and thorax is such that any change in the volume of thoracic cavity will be reflected in the pulmonary cavity. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി റെസ്പിറേഷൻ ഇൻവോൾവ് ആയ സ്റ്റെപ്സ്. ഇപ്പൊ ഫസ്റ്റ് വൺ എന്താ, breathing or pulmonary ventilation by which atmospheric air is drawn in and carbon dioxide rich alveolar air is released out. ബ്രീത്തിങ് നടന്നു ഫസ്റ്റ്. ബ്രീത്തിങ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് ഡിഫ്യൂസ് ചെയ്യണ്ട, ആൽവിയോളയിൽ ബ്ലഡിലേക്ക് എത്തണമെങ്കിൽ ഒരു ഡിഫ്യൂഷൻ നടക്കും. ഇത് ഈ മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ്ങിൽ ഞാൻ പറഞ്ഞുതരും. അത് കഴിഞ്ഞാൽ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് ബ്ലഡ് ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ഓക്സിജൻ കൊണ്ടുകൊടുക്കണം, അതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. അത് കഴിഞ്ഞ് വീണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബാക്കിയുള്ള ഓർഗൻസിൽ നിന്ന് കൊണ്ടുവന്ന് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യും ബ്ലഡും ബാക്കി ടിഷ്യൂ ഓർഗനും തമ്മിൽ. പിന്നെ എന്ത് ചെയ്യും, ഈ സെൽസ് എന്ത് ചെയ്യും, ഓക്സിജൻ യൂസ് ചെയ്ത് കാറ്റബോളിക് റിയാക്ഷൻസ് നടക്കും. സെല്ലുലാർ റെസ്പിറേഷൻ നമുക്ക് അവർ എനർജി ഉണ്ടാക്കും, അവർക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി ഓക്സിജൻ വഴി കിട്ടും. ഇതാണ് ബേസിക് സ്റ്റെപ്സ്. ഓക്കെ, മനസ്സിലായല്ലോ?
ഇതിന്റെ സിംപ്ലിഫൈഡ് നോട്ട്സ് ആണ് ഞാൻ ഈ സൈഡിൽ എഴുതി വെച്ചേക്കാം. നമുക്ക് ഫോട്ടോ എടുത്ത് പഠിക്കാൻ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഇനി നമുക്ക് നോക്കേണ്ടത് മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ് ആണ്. മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ് എന്താ? അതാണ് നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ് 2 പ്രോസസ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഇൻഹലേഷൻ. ഇൻഹലേഷൻ എന്ന് നമ്മൾ എയർ ലങ്സിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പ്രോസസ്സ്. പിന്നെ എക്സലേഷൻ. എക്സലേഷൻ എന്നാണ് എയർ പുറത്ത് വിടുന്നത്. അപ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ സമയത്ത് എന്തൊക്കെയാ ഇവന്റ്സ് ഉള്ളത് നോക്കാം. ഇവന്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. അതിൽ ഫസ്റ്റ് വൺ എന്താ? ഇനീഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ റെസ്പിറേറ്ററി സെന്റർ. റെസ്പിറേറ്ററി സെന്റർ ഞാൻ എവിടെയാന്ന് പറയും, ഇനി വരുന്ന സെഷനിൽ പറയും. അതായത് മെഡുല്ല ഒബ്ലോങ്കേറ്റയിലാണ് റെസ്പിറേറ്ററി സെന്റർ ഉള്ളത്. അവിടെ ഒരു സ്റ്റിമുലസ് കിട്ടും, നെർവസ് സ്റ്റിമുലസ്. അപ്പൊ അതാണ് ഫസ്റ്റ് റെസ്പിറേറ്ററി സെന്റർ. സ്റ്റിമുലസ് സ്റ്റാർട്ട് ചെയ്യും, ഇനീഷ്യേറ്റ്സ് ദ സ്റ്റിമുലസ്. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ഈ ഡയഫ്രമും എക്സ്പിറേറ്ററി മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡയഫ്രം കോൺട്രാക്ട് ചെയ്യാന്ന് പറയുന്നത് എന്താ? ഡയഫ്രം താഴത്തേക്ക് വലിക്കും. ഈ ഡയഗ്രം കണ്ടോ? ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് താഴത്തേക്ക് വലിക്കും. പിന്നെന്താ? ഈ നമ്മളുടെ എക്സ്പിറേറ്ററി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് എയർ ഉള്ളിലേക്ക് വരേണ്ടത്. അപ്പൊ അങ്ങനെയാവുമ്പോ എന്ത് ചെയ്യും? തൊറാസിക് വോളിയം ഇൻക്രീസ് ആവും. എയർ ഇങ്ങനെ വരുമ്പോൾ വോളിയം എന്താവും? ഇൻക്രീസ് ആവും. അപ്പൊ വോളിയം കൂടിയാൽ നമുക്കറിയാം, ബോയിൽസിലും അറിയാലോ, പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. വോളിയം കൂടുതലുള്ള സ്ഥലത്ത് എന്താ? പ്രഷർ കുറവായിരിക്കും. അപ്പൊ ഇൻട്രാ പൾമണറി പ്രഷർ കുറയും. അപ്പൊ ഇൻട്രാ പൾമണറി പ്രഷർ കുറയുമ്പോൾ ആൽവിയോളി ഇല്ലേ, അപ്പൊ ആൽവിയോയുടെ ഉള്ളിലും പ്രഷർ കുറയും. എന്നുവെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഈ പ്രഷർ വേരിയൻസ് കാരണം എന്താ? ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ നമ്മുടെ ആൽവിയോയുടെ ഉള്ളിലേക്ക് എത്തും. കാരണം എയർ ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയ അല്ലെ? അപ്പൊ എയർ എന്ത് ചെയ്യും? നമ്മൾ ആൽവിയോളെ ഉള്ളിലെടുക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? എയർ ആൽവിയോളയിൽ പോവും അൺടിൽ ആൽവിയോളർ പ്രഷർ ഈക്വലൈസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക, ആൽവിയോളെ ഇൻഫ്ലേറ്റ് ആവുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇത്തരം ഡയഫ്രം കൺട്രാക്ട് ആയി. ഡയഫ്രം കൺട്രാക്ട് ചെയ്ത് എന്ത് ചെയ്യും? ആ വോളിയം ഇൻക്രീസ് ചെയ്യും അല്ലെ? കുറച്ച് സ്ഥലം ഉണ്ടാക്കില്ലേ? ഇത് ഈ ഡയഫ്രം മുകളിലുള്ളതാണോ താഴെ ഉള്ളപ്പോഴാണോ കൂടുതൽ വോളിയം ഉള്ളത്? നോക്കുക ഈ ഡയഗ്രത്തില്, മുകളിലും താഴെയും. ഇതിലല്ലേ കൂടുതൽ വോളിയം. അപ്പൊ തൊറാസിക് വോളിയം ഇൻക്രീസസ് ബിക്കോസ് ചെസ്റ്റ് വോൾ എക്സ്പാൻഡ് ചെയ്യും നമ്മളെ റിബ്സ് വഴി. ഓക്കെ, അത് കഴിഞ്ഞ് എന്തുണ്ടാവും? വോളിയം കൂടി എന്താ? പ്രഷർ കുറയും. അപ്പൊ ഇൻട്രാ പൾമണറി ലങ്സിന്റെ ഉള്ളിൽ പ്രഷർ അത് കുറയും. അത് കഴിഞ്ഞ ഇൻട്രാ പൾമണറി കുറയും. ഈ ആൽവിയോളയും ലങ്സിന്റെ പാർട്ടല്ല, അപ്പൊ ഇൻട്രാ ആൽവിയോളർ പ്രഷറും കുറയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? പ്രഷർ വേരിയൻസ് കാരണം എന്താ? നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ ആൽവിയോളയുടെ അകത്തേക്ക് വരും. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? എയർ rushes into alveoli until alveolar pressure equalizes to atmospheric pressure and the alveoli becomes inflated. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് ഇൻസ്പിറേഷൻ സമയത്ത് നമ്മളുടെ ബോഡിയുടെ അകത്ത് നടക്കുന്ന ചേഞ്ചസ് ടു അക്കോമഡേറ്റ് ദ അറ്റ്മോസ്ഫിയറിക് എയർ. ഇനി ഇവന്റ്സ് ഡ്യൂറിങ് എന്താ പറയാ, എക്സ്പിറേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ എയർ എവിടെ എത്തി? നമ്മളുടെ ഇതിലെത്തി, ആൽവിയോളായി. ഇനി ആൽവിയോളായിന്ന് അത് പുറത്തേക്ക് എടുക്കണം. അപ്പൊ ഇതിനും എന്താ ഇവിടുന്ന് സ്റ്റിമുലസ് കിട്ടണം? റെസ്പിറേറ്ററി സെന്റർ. അപ്പൊ റെസ്പിറേറ്ററി സെന്റർ ടെർമിനേറ്റ്സ് ദ സ്റ്റിമുലസ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ആദ്യം ഡയഫ്രം കൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ആയി, അതായത് കൺട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡയഫ്രം ഇവിടെ എത്തി. ഇനി ആ ഡയഫ്രം മുകളിലേക്ക് മുകളിലേക്ക് തട്ടിയാലല്ലേ ഈ തൊറാസിക് വോളിയം കുറയും ചെയ്യും, പിന്നെ എയർ പുറത്തേക്ക് വിടുകയും ചെയ്യും. അപ്പോൾ ഡയഫ്രം റിലാക്സ് ചെയ്യും അലോങ് വിത്ത് ദ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? ഇപ്പൊ ഇത് കാരണം എന്താ? തൊറാസിക് വോളിയം കുറയും ചെയ്യും. തൊറാസിക് വോളിയം കുറയും കാരണം എന്താ? ചെസ്റ്റ് വോൾ കൺട്രാക്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇൻട്രാ പൾമണറി പ്രഷർ എന്താ? കൂടുകയും ചെയ്യും. കാരണം വോളിയം കുറഞ്ഞ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പ്രഷർ, ഇൻട്രാ പൾമണറി പ്രഷർ ഇസ് ഇൻക്രീസ്ഡ്. അപ്പോൾ എയർ ഓൾവേസ് ഫ്ലോസ് ഫ്രം an area of high pressure to low pressure.
അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഓക്കെ, എയർ പുറത്തേക്ക് വന്നു. ഇനി ഇത് കാരണം എന്താ? എയർ റഷസ് ഔട്ട് ഓഫ് ആൽവിയോളെ. എപ്പോ വരാം? ആൽവിയോളർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ ഈക്വൽ ആണ് വരാം. അത് കഴിഞ്ഞ് ആൽവിയോളർ ചുളിയും തന്നെ ബിക്കം ഡീഫ്ലേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്? മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ്. ഇത് ഭയങ്കര സിമ്പിൾ പഠിക്കാനില്ല. കുറച്ച് ഫിസിക്സ് എന്ന് വെച്ചാൽ ബേസിക് ഫിസിക്സും കെമിസ്ട്രി ഉപയോഗിച്ച് നമുക്ക് എന്താ പറയാ, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന സയൻസ് പഠിക്കാം. അതായത് ബയോ എന്ന് പറയുന്നത് ജസ്റ്റ് പ്യുവർ ബയോ അല്ല, അത് ആക്ച്വലി ഇന്റഗ്രേറ്റഡ് അല്ലേ. ഫിസിക്സും കെമിസ്ട്രിയും ബേസിക് നോളജ് മതി ഇത് നിങ്ങൾക്ക് പഠിക്കാൻ, മനസ്സിലാക്കി പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്ററാണ് ഹ്യൂമൻ ഫിസിയോളജി. ഇത് നിങ്ങൾ ഇപ്പൊ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ MBBS നിങ്ങൾക്ക് സീറ്റ് കിട്ടുമ്പോൾ ഫിസിയോളജിയും മെഡിസിൻ ഒക്കെ പഠിക്കാൻ ഈസി ആവും. അപ്പൊ നമുക്ക് NCERT പഠിക്കാം. NCERT കൊടുത്ത ലൈൻസ് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഹൈലൈറ്റ് ചെയ്ത ലൈൻസ് ഇല്ലേ, അതാണ് ഇമ്പോർട്ടൻ്റ്. ആയതാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഇപ്പൊ NCERT വരികയാണെങ്കിൽ. അപ്പൊ ഈ ഓരോ ഹൈലൈറ്റ് ആയ ലൈൻ നിങ്ങളും ഹൈലൈറ്റ് ചെയ്ത് വെച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തനുസരിച്ച് ഏതാ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ബ്രീത്തിങ്ങിൽ 2 സ്റ്റേജസ് ആണ്. ഫസ്റ്റ് എന്താ? ഇൻസ്പിരേഷന്റെ സമയത്ത് അറ്റ്മോസ്ഫിയറിക് എയർ ഇസ് ഡ്രോൺ ഇൻ, ആൻഡ് എക്സ്പിരേഷനിൽ ആൽവിയോളർ എയർ ഇസ് റിലീസ്ഡ് ഔട്ട്. ഇനി മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ക്രിയേറ്റിംഗ് എ പ്രഷർ ഗ്രേഡിയന്റ്. ആ പ്രഷർ ഗ്രേഡിയന്റ് എങ്ങനെ സഹായിക്കുന്നത്? നമ്മുടെ തൊറാസിക് വോളിയത്തിന്റെ ഡിഫറൻസ് വഴി. അപ്പൊ ഇൻസ്പിരേഷൻ നടക്കണമെങ്കിൽ ഇൻട്രാ പൾമണറി പ്രഷർ എന്തായിരിക്കും? കുറയണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കണം എന്താ ലങ്സിൽ വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നെഗറ്റീവ് പ്രഷർ എന്ന് പറയാൻ എന്താ? പോസിറ്റീവ് പ്രഷർ എന്ന് വെച്ചാൽ റിലേറ്റീവിലാണ് നമ്മൾ പറയുന്നത്. അറ്റ്മോസ്ഫിയറിനേക്കാളും കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് പ്രഷർ, അറ്റ്മോസ്ഫിയറിനേക്കാളും കുറവാണെങ്കിൽ അത് നെഗറ്റീവ് പ്രഷർ. അപ്പൊ സിമിലർലി എക്സ്പിരേഷൻ എപ്പോഴാണ് നടക്കുക? ഇൻട്രാ പൾമണറി പ്രഷർ ഇസ് ഹയർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ ഡയഫ്രം കുറച്ച് മസിൽസ് ഉണ്ട്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽസ്. അതാണ് എന്തിനു സഹായിക്കുക? ഈ പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ സഹായിക്കാം. അപ്പോൾ ഇൻസ്പിരേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഇറ്റ് ഇസ് ബൈ ദ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം വിച്ച് ഇൻക്രീസസ് ദ വോളിയം ഓഫ് തൊറാസിക് ചേംബർ. എപ്പോഴാണ്? ആന്ററോ പോസ്റ്റീരിയർ ആക്സിസ്. ആന്ററോ പോസ്റ്റീരിയർ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിനും ബാക്കിലേക്കാണ് ഈ എന്താ പറയാ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം, വോളിയം ഓഫ് തൊറാസിക് ചേംബർ ഈ ആക്സിസിൽ ഉണ്ടാകും. ഇനി ഇന്റർകോസ്റ്റൽ മസിൽ, അതായത് എക്സ്റ്റർണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്ത എന്താ? ഈ റിബ്സിന് മുകളിലേക്കും റിബ്സും സ്റ്റേർണത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അത് കാരണം ഡോർസോ വെൻട്രൽ ആക്സിസിലാണ് എന്ത് കാണുക? ഇൻക്രീസ് ഇൻ വോളിയം. അപ്പൊ ഇത് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എസർഷൻ റീസൺ ചോദിക്കാൻ പറ്റണത്. ഇപ്പൊ കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ഇൻക്രീസസ് ദ വോളിയം ഓഫ് തൊറാസിക് ചേംബർ ഇൻ ഡോർസോ വെൻട്രൽ ആക്സിസ് എന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. അതിന് നിങ്ങൾ പറയാം ശരിയാണോ തെറ്റാണോ. നമുക്കിതിൽ ഞാൻ പറഞ്ഞു കുറച്ച് സയന്റിഫിക് ടേംസ് അറിഞ്ഞാൽ മതി ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. അപ്പൊ ഡോർസോ വെൻട്രലും ആന്ററോ പോസ്റ്റീരിയലും എന്താ വ്യത്യാസം? ഡോർസോ വെൻട്രൽ നമുക്കറിയാം, നമ്മുടെ ബോഡിയുടെ പിൻഭാഗമാണ് ഡോർസ്, ഫ്രണ്ടിലുള്ളതാണ് വെൻട്രൽ. അപ്പൊ ആ ആക്സിസിൽ എന്താ പറയാ വോളിയം കൂട്ടണമെങ്കിൽ അത് ആർക്കാ പറ്റുള്ളൂ? നമ്മള് റിബ്സും സ്റ്റേണും മുകളിലേക്ക് വന്നാലല്ലേ അത് പറ്റുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് എന്താ? ഇൻക്രീസ് ഇൻ പൾമണറി വോളിയം എന്ത് ചെയ്യും? നമ്മളുടെ ഇൻട്രാ പൾമണറി പ്രഷർ കുറയ്ക്കും. അപ്പൊ എന്താ? പ്രഷർ റീഡിങ് ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിന് എയർ എന്ത് ഇതിലേക്ക് വരും, ലങ്സിന്റെ ഉള്ളിലേക്ക്, അതായത് ഇൻസ്പിരേഷൻ. ഇനി നമ്മൾ ഈ താഴത്തേക്ക് വന്ന കൺട്രാക്ട് ആയ ഡയഫ്രം ഇനി മുകളിലേക്ക് വരും, റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റിലാക്സേഷൻ നടക്കുമ്പോഴാണ് എന്താ പറയാ നമ്മളുടെ തൊറാസിക് വോളിയം കുറയും. തൊറാസിക് വോളിയം കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻട്രാ പൾമണറി പ്രഷർ കൂടും. അപ്പൊ എയർ എപ്പോഴും പ്രഷർ കൂടിയോടത്തുനിന്ന് കുറവുള്ളോടത്തേക്കാണ് പോവുക. അപ്പൊ ദിസ് ലീഡ്സ് ടു എൻ ഇൻക്രീസ് ഇൻ ഇൻട്രാ പൾമണറി പ്രഷർ. എക്സ്പിരേഷൻ നടക്കും. ഇനി കുറച്ച് അഡീഷണൽ മസിൽസ് ഉണ്ട്, അതായത് സ്കെലീൻ, ട്രപ്പീസിയസ് ഒക്കെയാണ്. നമുക്ക് ഇതല്ലാണ്ട് ഇന്റർകോസ്റ്റൽസ് അല്ലാണ്ടുള്ള മസിൽസ് റെസ്പിറേഷന് സഹായിക്കണം. ഇനി ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഒരു റെസ്പിറേഷൻ കംപ്ലീറ്റ് ചെയ്യും? ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ, എയർ ഉള്ളിലെടുത്തു പിന്നെ പുറത്തേക്ക് വിട്ടു, അതിനാണ് ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഞാൻ എത്ര ബ്രീത്തിങ് ചെയ്യും? നോർമലി 1 മിനിറ്റിൽ 12 to 16 ടൈംസ് പെർ മിനിറ്റ് ആണ്.
ഇനി നമ്മളുടെ എന്താ പറയാ എത്ര എയർ നമ്മൾ വോളിയം ഓഫ് എയർ നമ്മൾ ബ്രീത്തിങ് മൂവ്മെന്റ്സിന് ഉപയോഗിച്ചത് നമുക്ക് സ്പൈറോമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും പൾമണറി ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇതാണ് മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ്. ഇനി നമുക്ക് കുറച്ച് സയന്റിഫിക് ടേംസ് പഠിക്കണം. ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെസ്പിറേറ്ററി വോളിയൂംസ് അത് ഞാൻ നിങ്ങൾക്ക് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വരുന്ന എന്താ, റെസ്പിറേറ്ററി വോളിയൂംസും കപ്പാസിറ്റീസും. ഫസ്റ്റ് ടൈപ്പ് വോളിയം ആണ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് എന്താ, നമ്മൾ നോർമലി എന്താ, ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ റെസ്പിറേഷൻ നിർത്തിയോ, ബ്രീത്തിങ് നിർത്തിയോ? ഇല്ലല്ലോ, അത് അതിന്റെ വഴി നടക്കില്ലേ. അപ്പൊ വോളിയം ഓഫ് എയർ എന്താ, ഞാൻ നോർമൽ റെസ്പിറേഷൻ സമയത്ത് ഇൻസ്പയർ അല്ലെങ്കിൽ എക്സ്പയർ ചെയ്തതാണ് ടൈഡൽ വോളിയം. ഇത് അപ്രോക്സിമേറ്റ്ലി 500 ml ആണ് ഹെൽത്തി പേഴ്സണിൽ ടൈഡൽ വോളിയം. ഞാനിപ്പോ എത്ര വോളിയം ഓഫ് എയർ ഇപ്പൊ നോർമലി ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ പുറത്തു നിന്നാണ് ടൈഡൽ വോളിയം. ഇതിന്റെ നോർമൽ വാല്യൂ എത്രയാ, 500 ml ആണ്. ഇത് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് എന്താ, അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് എന്താ, ഇപ്പൊ ഞാൻ നോർമലി ഇങ്ങനെ ബ്രീത്ത് ചെയ്യണം, ഇനി പക്ഷെ ഞാൻ ഇൻസ്പിരേറ്ററി ആണ് കേട്ടോ. ഇൻസ്പിരേറ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോഴ്സ്ഫുൾ ആയിട്ട് ഞാൻ വേണമെന്ന് വെച്ച് ഇങ്ങനെ ഡീപ് ബ്രീത്ത് എടുത്തു, അതായത് ഞാൻ വേണമെന്ന് വെച്ച് കുറെ എയർ ഞാൻ വലിച്ചെടുത്തു. അതിന് എന്താണ് പറയാ, ആ എക്സ്ട്രാ വോളിയം ഞാൻ ഇൻസ്പയർ ചെയ്യുന്നതിനാണ് പറയാ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷന്റെ സമയത്ത് അതിനെയാണ് നമ്മൾ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇതിന്റെ അപ്രോക്സിമേറ്റ്ലി വാല്യൂ നിങ്ങൾ ലിറ്ററിൽ ഓർത്ത് വെക്കുക, കാരണം നമ്പേഴ്സ് എളുപ്പ 2.5 to 3.5 ലിറ്റർ. ഇത് ഈ 500 ml അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് വലിച്ചെടുത്ത എയറിന്റെ വോളിയമാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അതുപോലെ ഞാൻ ഈ 500 ml അല്ലാണ്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് പുറത്തു വിടാമല്ലോ. അതായത് ഞാൻ അങ്ങനെ ഡീപ് ബ്രീത്ത് എടുത്തു, എന്നിട്ട് വേണമെന്ന് വെച്ച് ഫോഴ്സ്ഫുൾ എക്സ്പയർ ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്പിരേറ്ററി റിസർവ് വോളിയം. അപ്പൊ അതാണ് ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം ഓഫ് ദ air which a person can expire by a forcible expiration. ഇത് അപ്രോക്സിമേറ്റ്ലി എന്താ, കുറവായിരിക്കും. നമുക്ക് വലിച്ചെടുക്കാൻ എളുപ്പമാണ്, പക്ഷെ പുറത്തു വിടുന്ന എയറിന്റെ വോളിയം കുറവായിരിക്കും. അത് 1 ലിറ്റർ to 1.1 ലിറ്റർ ആണ്. 1 ലിറ്റർ to 1.1 ലിറ്റർ ആണ് നോർമൽ വാല്യൂ. ഇനി ഇതല്ലാണ്ട് ഞാൻ ഫോഴ്സ്ഫുൾ ആയിട്ട് എന്താ പറയാ എക്സ്പയർ ചെയ്തു. ഫോഴ്സ്ഫുൾ ആയി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വോളിയം ഓഫ് എയർ എപ്പോഴും നമ്മളെ ലങ്സിന്റെ ഉള്ളിൽ ബാക്കി വരും. അതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. അതെന്താ, ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ which remains in the lungs even after a forcible expiration. ഇതിന്റെ വാല്യൂ എന്താ, കുറച്ച് ഇതിന് നമ്മളുടെ എക്സ്പിരേറ്ററി റിസർവ് വോളിയത്തിനേക്കാളും കുറച്ച് കൂടുതൽ, ഒരു 100 ml കൂടുതലുള്ളൂ. അത് 1.1 to 1.2 ലിറ്റർ. അപ്പോൾ ഇതാണ് കുറച്ച് എന്താ പറയാ റെസ്പിറേറ്ററി വോളിയംസ്. ഇനി രണ്ട് റെസ്പിറേറ്ററി വോളിയംസ് നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു സാധനമില്ലേ, അതിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വോളിയം ഓഫ് എയർ ഒരാള് എന്താ പറയാ നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞ് നമ്മൾ വലിച്ചെടുക്കും. അതായത് ഞാൻ ഇപ്പൊ നോർമലി എന്ത് ചെയ്യും, ബ്രീത്ത് ചെയ്തു, അത് കഴിഞ്ഞ് എന്താ, ഞാൻ ടോട്ടൽ വോളിയം ഓഫ് എയർ ഒരു നോർമൽ എക്സ്പിരേഷൻ കഴിഞ്ഞാൽ വലിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ നോർമലി എക്സ്പയർ ചെയ്യുമ്പോൾ എത്ര വോളിയം ഓഫ് എയർ ഉണ്ട്, 500 ml. അത് പ്ലസ് ഞാൻ ഇൻസ്പയർ ചെയ്യണം വേണമെന്ന് വെച്ചാൽ, അപ്പൊ അതെന്താ IRV അല്ലേ. അപ്പൊ IRV പ്ലസ് TV ആണ് എന്താ പറയാ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അപ്പൊ ഇതെന്താ, ഇറ്റ് ഇൻക്ലൂഡ്സ് എന്താ, TV പ്ലസ് IRV ആണ്. അപ്പൊ നമ്മൾ TVയില് IRVന്റെ ആവറേജ് വാല്യൂസ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ അത് എത്ര കിട്ടും, അപ്രോക്സിമേറ്റ്ലി 9700 ml. നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആദ്യം റെസ്പിറേറ്ററി വോളിയംസ് ജസ്റ്റ് ഓർത്ത് വെച്ച് അത് ക്വസ്റ്റ്യൻസ് അനുസരിച്ച്
വെക്കുക, അല്ലെങ്കിൽ എല്ലാം ഓർത്ത് വെച്ചാൽ കൺഫ്യൂസ് ആവും. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി പോലെ ഒബ്വിയസ്ലി വേറെ എന്തുണ്ടാവും, എക്സ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ് ഓഫ് എയർ. ഒരു പേഴ്സൺ എന്ത് ചെയ്യും, എക്സ്പിറേറ്ററി കപ്പാസിറ്റി എക്സ്പയർ ചെയ്യാൻ പറ്റും ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞിട്ട്. സോറി, ടോട്ടൽ വോളിയം ഓഫ് എയർ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. അതെന്തായിരിക്കും, TV പ്ലസ് ERV ആവും. ഇതിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി വരുന്നതാണ് ആക്ച്വലി ഒരു 8000 ml വരും, 8 ലിറ്റർ. ഇങ്ങനെ ഇത് ഓർത്ത് വെക്കണ്ട. ഈ കപ്പാസിറ്റീസ് അതിന്റെ ആക്ച്വൽ വാല്യൂ ഓർത്ത് വെക്കണ. നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് റെസിഡ്യൂൽ വോളിയംസ് ആഡ് ചെയ്ത് കൊടുക്കുക ആവറേജ് വാല്യൂ വെച്ച്. ഇനി ഒരു ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി ഉണ്ട്. അതെന്ന് വെച്ചാൽ എന്താ, അത് നമ്മളുടെ ലങ്സിന്റെ ഉള്ളിലുള്ള വോളിയം ഓഫ് എയർ റിമൈനിങ് ആണ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ഇപ്പൊ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് നമ്മളുടെ റെസിഡ്യൂൽ വോളിയം. പക്ഷെ ഞാൻ നോർമലായി എക്സ്പയർ ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് എയർ ലങ്സിന്റെ ഉള്ളിൽ ബാക്കിയുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി. അപ്പൊ ഇതെന്താ, നമ്മളുടെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യൂൽ വോളിയം ആഡ് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി 2.1 ലിറ്റർ കിട്ടും. 2.1. ഇത് വാല്യൂ ആകെ ഓർത്ത് വെക്കേണ്ടത്, പക്ഷെ എങ്ങനെ കിട്ടണമെന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് എന്താണ് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്താ, അത് മാക്സിമം വോളിയം ഓഫ് എയർ ആണ് ഒരു മനുഷ്യൻ എന്താ ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റും ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. എന്നുവെച്ചാൽ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യും, മാക്സിമം വോളിയം വീണ്ടും എത്ര ബ്രീത്ത് ചെയ്യാൻ പറ്റും, അതാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇത് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ERV, ടൈഡൽ വോളിയം, IRV. ഇതാണ് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് അപ്രോക്സിമേറ്റ്ലി എത്രയാ, 10 ലിറ്റേഴ്സ് വരും. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റി എക്സസൈസ് ചെയ്യുന്നവർക്കും ഈ പാട്ട് പാടുന്നവർക്കൊക്കെ കൂടുതലായിരിക്കും. ഇനി ലാസ്റ്റത്തെ ലങ് കപ്പാസിറ്റി ആണ് എന്താ, ടോട്ടൽ ലങ് കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഓഫ് എയർ ആണ് നമ്മളുടെ ലങ്സിനുള്ളിൽ പ്രസന്റ് at the end of a forcible inspiration. Okay, അപ്പൊ ഇതെല്ലാം നമ്മളുടെ റെസ്പിറേറ്ററി വോളിയം ആഡ് ചെയ്ത് കിട്ടണതാണ്. RV പ്ലസ് ERV പ്ലസ് IRV പ്ലസ് TV. അല്ലെങ്കിൽ ഓർ എന്ത് പറയാം നമുക്ക്, വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൂൽ വോളിയം. ഇതാണ് TV. ഇത് അപ്രോക്സിമേറ്റ്ലി 11 ലിറ്റേഴ്സ്. ഇതാണ് വേരിയസ് എന്ത് റെസ്പിറേറ്ററി വോളിയംസ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇത് നോക്കാം. അപ്പൊ ഇതാണ് കുറച്ച് റെസ്പിറേറ്ററി വോളിയംസ്. വീണ്ടും നമുക്ക് നോക്കാം. ടൈഡൽ വോളിയം എന്താ പറഞ്ഞത്, നോർമലി എനിക്ക് എക്സ്പയർ ചെയ്യാനും പറ്റുന്ന വോളിയം ഓഫ് എയർ ആണ് ടൈഡൽ വോളിയം. അത് അപ്രോക്സിമേറ്റ്ലി 500 ml ആണ്. ഇനി അതിന്റെ നമ്മൾ ഇപ്പോ റേറ്റ് ഓഫ് എയർ എത്ര, വോളിയം ഓഫ് എയർ പ്ലസ് പെർ മിനിറ്റ് എന്നാണ് പറയണത്. അതിനെയാണ് നമ്മൾ എത്ര, ഒരു 6 to 8 ലിറ്റർ വരും അപ്രോക്സിമേറ്റ്ലി. ഈ വാല്യൂം കൂടി ഓർത്ത് വെക്കണം ടൈഡൽ വോളിയത്തിന്. ഇനി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയാം ഒരു ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ വഴി അഡീഷണൽ വോളിയം എത്ര നമുക്ക് എയർ വലിച്ചെടുക്കാം, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം 2.5 to 3 ലിറ്റർ. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്താണ്, ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ വഴി എത്ര എയർ ഞാൻ വലിച്ചിടും, അത് അപ്രോക്സിമേറ്റ്ലി 1 to 1.1 ലിറ്റർ. ഇനി ഒരു ഫോഴ്സിബിൾ എക്സ്പിറേഷൻ കഴിഞ്ഞ എന്റെ ലങ്സിൽ ബാക്കിയുള്ള എയർ ആണ് റെസിഡ്യൂൽ വോളിയം. അത് 1.1 to 1.2 ലിറ്റർ വരും. ഇനി ഈ എല്ലാ മുകളിലത്തെ റെസ്പിറേറ്ററി വോളിയംസ് ആഡ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളാണ് പൾമണറി കപ്പാസിറ്റീസ്. പൾമണറി കപ്പാസിറ്റീസ് ഫസ്റ്റ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞ് ഞാൻ എത്ര വോളിയം, മാക്സിമം വോളിയം ഓഫ് എയർ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്താ പറയാ, മാക്സിമം അല്ല ടോട്ടൽ വോളിയം. അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അതെന്ത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അത് കഴിഞ്ഞിട്ട് എന്താ, എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അതെന്താ, ടോട്ടൽ വോളിയം ഓഫ് എയർ ഞാൻ എക്സ്പയർ ചെയ്യാൻ പറ്റും ആഫ്റ്റർ നോർമൽ ഇൻസ്പിറേഷൻ. അത് ടൈഡൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഉണ്ട്. ഇനി ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി എന്ന വോളിയം ഓഫ് എയർ റിമൈനിങ് ദ ലങ്സ് ആണ് ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ. അത് ERV പ്ലസ് RV വരും.
ഈ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ, ഞാൻ മാക്സിമം എത്ര എയർ ബ്രീത്ത് ഇൻ ചെയ്തെടുക്കാം ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ, അതാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ ഈ വൈറ്റൽ കപ്പാസിറ്റിയുടെ ഡെഫിനിഷനും എന്താ പറയാ ഇതും എക്സ്പിറേറ്ററി റിസർവ് വോളിയം നിങ്ങൾ കൺഫ്യൂസ് ചെയ്തത്. എക്സ്പിറേറ്ററി റിസർവ് വോളിയം അതായത് അഡീഷണൽ വോളിയം ഞാൻ എത്ര ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ വഴി വലിച്ചെടുക്കാം. FRC എന്ന് പറയുന്നത് എന്താ, സോറി വൈറ്റൽ കപ്പാസിറ്റി ഞാൻ എത്ര മാക്സിമം എത്ര വോളിയം എയർ ബ്രീത്ത് ഇൻ ചെയ്യാൻ പറ്റും ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ കഴിഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അത് എത്ര ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. അതെല്ലാ വോളിയൂംസ് വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിഡ്യൂവൽ വോളിയം ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഏതൊക്കെ പഠിച്ചു, പല റെസ്പിറേറ്ററി ഓർഗൻസ് പഠിച്ചു, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചു, മെക്കാനിക്സ് ഓഫ് ബ്രീതിങ് പഠിച്ചു, സ്റ്റെപ്സ് ഓഫ് ബ്രീതിങ് പഠിച്ചു, പിന്നെന്താ പഠിച്ചു, റെസ്പിറേറ്ററി വോളിയൂംസും കപ്പാസിറ്റീസും പഠിച്ചു. ഇനി ബാക്കി എന്താ സ്റ്റെപ്പിൽ ബാക്കി എക്സ്ചേഞ്ച് ഉണ്ടാക്കണം, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം ഗ്യാസസ്, പിന്നെ അതിന്റെ റെസ്പിറേഷന്റെ റെഗുലേഷൻ. ഇതാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്നത്തെ സെഷൻ ഞാൻ നിർത്തുകയാണ്. അപ്പോ ഇത് നിർത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇന്ന് പഠിച്ച ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ NCERT, അത് കഴിഞ്ഞ് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കാണാം, ഈ മെക്കാനിക്സ് ഓഫ് ബ്രീത്തിങ്, എങ്ങനെ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു, കുറെ ആനിമേറ്റഡ് വീഡിയോസ് യൂട്യൂബിൽ കിട്ടും. അതായത് നിഞ്ചാനോട് എന്ന് പറഞ്ഞ ചാനലുണ്ട്. പക്ഷെ അത് കുറച്ച് ഹയർ ലെവലാണ്, അതായത് ഞങ്ങളുടെ MBBS ലെവലിലൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആവണമെങ്കിൽ അത് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ ജോലി എന്താ, നിങ്ങൾ പ്രൊഡക്റ്റീവ് ആയിരിക്കണം. പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്താ, നിങ്ങൾ എന്നും സ്ഥിരമായി പഠിക്കണം. പഠിപ്പ് എന്നൊരു ഹാബിറ്റ് ആക്കണം. അതായത് ഇപ്പൊ നാളെ എനിക്ക് എക്സാം ഉണ്ട്. അപ്പൊ വിചാരിക്കാൻ എനിക്ക് നാളെ നിങ്ങൾക്ക് ഈ ഹ്യൂമൻ ഫിസിയോളജിയിലത്തെ ഈ റെസ്പിറേഷൻ ചാപ്റ്റർ നാളെ എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2-3 ആഴ്ച മുമ്പ് കഴിഞ്ഞ ചാപ്റ്റർ ആണ്. പക്ഷെ നിങ്ങൾ ഇന്ന് രാത്രിയാണ് പഠിക്കാൻ എടുക്കുന്നത്. അപ്പൊ ഇന്ന് രാത്രി പഠിക്കാൻ എടുക്കുമ്പോൾ എന്താ, ഡബിൾ എനർജിയും ഡബിൾ എഫേർട്സ് എടുക്കും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ടെൻഷൻ ആവും, ആൻസൈറ്റി ആവും. അപ്പൊ അതിന് പകരം എന്താ, ഞാൻ എന്നാന്ന് പഠിപ്പിക്കണം നിങ്ങൾ അന്ന് പഠിക്കുക. ഒത്തിരി ടോപ്പിക്സ് പഠിപ്പിക്കണല്ലോ, ചാപ്റ്റർ മൊത്തം ഒരു ദിവസം പഠിപ്പിക്കില്ല, ഹാഫ് ആയിട്ട് പഠിപ്പിക്കണല്ലോ. അപ്പൊ അത് പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ റിവൈസ് ചെയ്യുക, MCQs സോൾവ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എന്തൊരു നല്ലൊരു MBBS സീറ്റ് കിട്ടുള്ളൂ. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അല്ലാണ്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താലേ നിങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ എവിടെ എത്തില്ല. കാരണം എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇന്റേണൽ ഫോഴ്സ് എപ്പോഴും വെക്കണം. അതായിരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ തന്നു. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങളത് പഠിക്കാതിരിക്കുക നന്നായിട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.